ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഫ്ലൈറ്റിനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചത്. എന്തെന്നാൽ അവൻ പോകുന്ന ഫ്ലൈറ്റ് ഒഴികെ ബാക്കി എല്ലാ ഫ്ലൈറ്റുകളും സെക്കൻഡുകൾ കൊണ്ട് ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല അവൻ പോകുന്ന ഫ്ലൈറ്റ് ടൈം റീഷെഡ്യൂളായി അവന്റെ ബർത്ത് ഡേറ്റ് ആവുന്നു. പിന്നീട് അവൻ വാഷ്റൂമിൽ പോയപ്പോൾ അവിടെ ഒരു സോങ് സ്പീക്കറിൽ പ്ലേ ആവുന്നുണ്ട്. പക്ഷേ കാര്യം എന്തെന്ന് വെച്ചാൽ ആ സോങ് പാടിയ ഒരാൾ ഒരു വിമാനാപകടത്തിൽ മരണപ്പെട്ടയാളാണ്. ബട്ട് സമയമായപ്പോൾ അവൻ ഇതൊന്നും ചിന്തിക്കാതെ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഫ്ലൈറ്റിൽ കയറുന്നു. അവൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ പുറമെ നല്ല ഇടിയും മിന്നലും ഉണ്ടാകുന്നു. മാത്രമല്ല ഫ്ലൈറ്റിൽ ഒരു കുഞ്ഞ് നിർത്താതെ കരയുന്നുമുണ്ട്. ഇതൊക്കെ വിചിത്രമായി അവന് തോന്നി. പക്ഷേ വേറെ ഒരു വഴിയുമില്ലാതെ അവൻ അവന്റെ സീറ്റിൽ വന്നിരുന്നു. പെട്ടെന്ന് അവന്റെ മുന്നിലുണ്ടായിരുന്ന ട്രേ തനിയെ ഓപ്പൺ ആവുന്നു. അവനത് അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ക്ലിപ്പ് പൊട്ടി അവന്റെ കയ്യിൽ വരുന്നുണ്ട്. അവനപ്പോൾ എയർ ഹോസ്റ്റസിനെ വിളിക്കാൻ ബട്ടൺ അമർത്തുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. ടേക്ക് ഓഫ് ചെയ്ത് കുറച്ചു സമയമാകുമ്പോൾ തന്നെ ഫ്ലൈറ്റ് ഒരു ബാലൻസ് ഇല്ലാതെയാകുന്നു. എല്ലാവരും ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെ ശ്വസിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ ഫ്ലൈറ്റ് ബ്ലാസ്റ്റ് ആവുന്നു. മാത്രമല്ല അതിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെടുന്നു. പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നു. അപ്പോഴാണ് അവൻ ഇതെല്ലാം സ്വപ്നമാണെന്ന് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ അവൻ അവന്റെ സീറ്റിലെ ട്രേ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ക്ലിപ്പ് പൊട്ടിയിട്ടുണ്ടാകും. താൻ കണ്ടത് സ്വപ്നമാണെങ്കിലും അതിനി നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് അവന് മനസ്സിലായി. ഈ ഫ്ലൈറ്റ് ഇപ്പോൾ ക്ലാഷ് ആകുമെന്ന് അവൻ അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട്. ഇങ്ങനെ അലറി വിളിച്ച് പ്രശ്നമുണ്ടാക്കിയതിനാൽ അവനെയും അവന്റെ ഫ്രണ്ട്സിനെയും ഫ്ലൈറ്റിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ അവിടെ നിന്നും അവരുടെ പ്രൊഫസർ അവരെ വീണ്ടും ഫ്ലൈറ്റിൽ കയറ്റണമെന്ന് ഓഫീസേഴ്സിനോട് അപേക്ഷിക്കുന്നുണ്ട്. ഇവൻ കാരണമാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതെന്ന് പറഞ്ഞ് ഇവനും അവിടെയുള്ള മറ്റുള്ളവരും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നുണ്ട്. ഉടനെ എയർപോർട്ട് സെക്യൂരിറ്റീസ് അവരെ തടയുന്നുണ്ട്. ഇവരുടെ ഈ അടി നടക്കുന്ന സമയം തന്നെ ദൂരെ എന്തോ ഒന്ന് ബ്ലാസ്റ്റ് ആകുന്നത് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ബ്ലാസ്റ്റിന്റെ ഇമ്പാക്ട് കാരണം അവരുടെ അടുത്തുണ്ടായിരുന്ന കണ്ണാടി പൊട്ടി വീഴുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. കാരണം അവൻ പറഞ്ഞ പോലെ തന്നെ അവർ യാത്ര ചെയ്യാൻ വിചാരിച്ച ഫ്ലൈറ്റ് ആയിരുന്നു ആ ബ്ലാസ്റ്റ് ആയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.